സുഞ്ചാനി പറ. എന്തൊക്കെ പേരുകളാ അല്ലേ? വല്യമ്മേ ഒരു കഥ പറയാവോ? വല്യമ്മയുടെ കുട്ടിക്കാലത്തിലെ ഒരു കഥ. വല്യമ്മ കുഞ്ഞു വയസ്സത്തില് വല്യമ്മക്ക് നല്ല വീടുണ്ടായിരുന്നോ? ഇല്ല. തലയില ഓല. ഓലയോ? ഓല പറഞ്ഞാൽ എന്തുവാ? ആ ആ ഓല വെച്ചോ? അപ്പൊ മേലെ മേലെ ഓല, ഭിത്തി ഓല. ആ അപ്പൊ വെള്ളപ്പൊക്കം വരുമ്പോ എന്നെ ചെയ്യും? പിന്നെ വീട് നന്നാക്കാം. കാലയളവൊക്കെ കഴിഞ്ഞു പോയി. നല്ല ഇതാ വെള്ളം കയറി അപ്പൊ മണ്ടത്തില് വെള്ളപ്പൊക്കം വരുമ്പോ വെള്ളം ഉണ്ടായിരുന്നോ? വെള്ളം പൊങ്ങി വരുമ്പോ വെള്ളം ഉണ്ടായിരുന്നോ? ഉണ്ട്. എങ്ങനെ വള്ളവാ? വലിയ വെള്ളമുണ്ട്, ചെറിയ വെള്ളങ്ങളെല്ലാം ഉണ്ട്. വള്ളങ്ങളെ ഇഷ്ടം പോലെ അന്നും ഇന്നും ഉണ്ട്. വല്യമ്മക്ക് വെള്ളം ഉണ്ടായിരുന്നോ സ്വന്തമായിട്ട്? തടിയുടെ വള്ളവോ? വലിയ വള്ളമുണ്ട്, ചെറിയ വള്ളമുണ്ട്. വള്ളത്തിലൊക്കെ കയറി ഞങ്ങൾ പോവും. കണ്ടത്തിലൊക്കെ പോയി ചൂണ്ട. വല്യമ്മ ചൂണ്ടിട്ടിട്ടുണ്ടോ? ആഹാ, ചൂണ്ടിട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ മീനെ പിടിച്ചിട്ടുണ്ട്. മീൻ പിടിച്ച എന്തെടുക്കും? കറി വെക്കുവോ? ചൂണ്ട കെട്ടാൻ പോകുന്നില്ലേ ഓരോരുത്തർ? അത് കോർപ്പ് കുത്താനായിട്ട് കോർപ്പ് പിടിച്ച് കൊടുക്കും. ഇവിടുത്തെ വലിയ അപ്പായിക്ക് എന്റെ അച്ഛൻ കോർപ്പ് പിടിച്ച് കൊടുത്ത്. പിന്നെ വലിയപ്പൻ പോയിട്ട് മീൻ പിടിച്ചിട്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ മേടിച്ച് ആഹാരം വെക്കും. വെള്ളമായിരിക്കും കുറേ വെള്ളത്തിൽ മേളിൽ ഇങ്ങനെ പലക നെറ്റി അതിന്റെ മണ്ടയ്ക്കാ താമസം. അയ്യോ, ബെഡില്ല, കട്ടിലില്ല. അന്നൊക്കെ ഞങ്ങൾക്കൊരു ചെറിയ പത്താഴം ഉണ്ടായിരുന്നു. പത്താഴയോ? എന്ന് പറഞ്ഞാൽ പത്താഴ സാധനങ്ങളൊക്കെ വെക്കുന്നേ പെട്ടിയില്ലേ, പെട്ടി പോലെ പത്താഴം എന്ന് പറയും. പത്തായ പത്താരം. അതിങ്ങനെ പത്താരം. അത് കിടത്തി വെക്കുക. അതിന്റെ വണ്ടയ്ക്കും കിടക്കും. പിണ്ടിയോ? പിണ്ടി എന്തുവാ? വാളയോ? വാളയുടെ ഇലയാണോ പിണ്ടി? പിണ്ടി വാളമരം. വാഴമരത്തിന്റെ മോള് അത് ഇട്ടിട്ട് അതിന്റെ മോള് ഇല വെട്ടിയിട്ട് അടുപ്പ് കൂട്ടി ആണോ? അപ്പൊ അത് വാല അവിടെ ചൂണ്ടയിട്ട് ഇവിടെ. അയ്യോ, വീട്ടിലകത്തിരുന്ന് കൊണ്ടോ? ദൈവമേ. പിന്നെ ഈ ആ കാലത്തില് എങ്ങനെ ചോറ് കളിച്ചേ? ചോറ് കളിച്ചേ? ചോറും കറിയൊക്കെ അവിടെ ഇരുന്നോണ്ട് നല്ല കാര്യമല്ലേ. ആറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത്. ആറ്റിലൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല. ഈ ആറ്റിലെ വെള്ളമാണോ കുടിച്ചത്? പിന്നെ ഈ ആറ്റിലെ വെള്ളം ഉപയോഗിച്ചു. എന്റെ ദൈവമേ, ഈ ആട്ടിലെ വെള്ളമാണ് വല്യമ്മയ്ക്ക് കുടിച്ചത് പറയുക. അതിശയവാ, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ, പിന്നെ അസുഖങ്ങളിലൊക്കെ വന്നില്ലേ? അയ്യോ,
ചൂട് പണി കുടിക്കുമായിരിക്കും അല്ലേ? വെള്ളം കോരി ഇതുപോലെ വലിയ മംഗലം മംഗലവോ? കോരി അടച്ചു വെക്കും. മംഗലം പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരല്ലേ? മണ്ണ് കൊണ്ടുള്ള കലം, മണ്ണ്. മൺചട്ടിയൊക്കെ കേട്ടിട്ടില്ലേ? ആ, മൺചട്ടിയില് ഈ വെല്ലയിട്ട് വെക്കും. വെള്ളം കോരി വെക്കും. അതിന്റെ പേര് മംഗലമാണോ? വലിയ കലം. കലം കലം. വെള്ളം കോരിയൊക്കെ വെക്കും. അത് അപ്പൊ ഫ്രിഡ്ജ് വേണ്ട, കലത്തില വെച്ച അല്ലേ? നല്ല തണുപ്പ് കിട്ടും. കൂജയോ? കൂജ എന്ന് പറഞ്ഞാൽ കട പോലെ ഇങ്ങനെ കല വേണ്ട മേളോട്ട് ഇങ്ങനെ കൂജ. വലിയ പാറക്കല്ലുണ്ട്, പാറക്കല്ല്, വെള്ളപ്പാറ. അത് കഴുകി അതിനകത്തിട്ടേക്കും. തണുപ്പാണ് അങ്ങനെ ആ വെള്ളം കുടിക്കും. അന്നൊന്നും രോഗമില്ല. രോഗമില്ല. ഇന്നല്ലേ ഈ ആട്ടിലെ വെള്ളം കുടിച്ചും രോഗമില്ല. എന്റെ ദൈവമേ, ആണോ? സത്യമാണോ? ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ചൂണ്ടയിടാൻ നല്ല ഇത്രയും കാരി ചാച്ചം പിടിച്ചിട്ടിരിക്കുന്ന വരാലിന് ഇത്രയും കലടമുട്ടി ഇതെല്ലാം കിട്ടും. എന്നിട്ട് ഇവിടെ ഇരുന്ന് വെട്ടി കഴുകി. കണ്ണാടി മേടിക്കാം, നാളേക്ക് മേടിച്ചു കൊടുക്കാം. അത് മേടിക്കാൻ വേണ്ടി ഓർത്ത് പോയതാണ് വലിയമ്മയ്ക്ക്. കണ്ണാടി മേടിച്ചെന്നും പറഞ്ഞ് ഓർത്ത് പോയതാ. പക്ഷെ എന്തുവോ കാര്യത്തേക്ക് അത് വിട്ടുപോയി. നാളേക്ക് ഉറപ്പായിട്ടും കൊണ്ടുവരും കേട്ടോ കണ്ണാടി. തേരുന്ന മുൻപ് അത് പറയാം. വല്യമ്മയുടെ വെറൈറ്റി കണ്ണാടിയാ കയ്യിലിരിക്കും. കാണിച്ചു വല്യമ്മ അത്. വെറൈറ്റിയാ. ഒരു കാലില്ല. ഇല്ല, വല്യമ്മയുടെ കഥയാ കേട്ടത്. ടിവിയില് ജനങ്ങൾ അറിയ വേണ്ടല്ലേ? ജനങ്ങൾ അറിയ വേണ്ടല്ലേ വല്യമ്മയുടെ കാലത്തിൽ എത്ര കഷ്ടപ്പാട് ചെയ്തല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് കഷ്ടപ്പാടില്ല അല്ലേ? അതും എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് വലിയ ഇങ്ങനെ അക്കാര് ചിറ കണ്ടോ? അത് ചെറിയ വരമ്പുകളായിരിക്കും. അവിടെയൊക്കെ ചെറിയ മടയുണ്ട്. അതൊക്കെ പേര് ചിറയാണോ? മടയാ. മടയിൽ ഇറങ്ങി നീന്തണ്ടേ? ഉടുപ്പുമ്പോ അവിടെ എല്ലാം നനയുന്നതിന് തോർത്ത് കരുതിക്കണം. നീന്തി കയറി അക്കരെ കയറി ഇങ്ങനെ സ്കൂളിൽ പോകും. നീറും കൊണ്ടും എല്ലാം ഇതെല്ലാം വെള്ളവും ഇങ്ങനൊക്കെ വരുമെന്നൊന്നും സ്വപ്നത്തെ പോലെ ഓർത്തിട്ടുള്ളതല്ല. അതുപോലുള്ള കാലയളവ് വരുന്നത്. അപ്പൊ ഇവിടെ റോഡില്ലായിരുന്നു അല്ലേ? സ്വപ്നത്തിലുള്ള പോലെ ചിന്തിച്ചില്ല റോഡ് വരും. എന്റെ കാര്യം ഇവരൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് വെള്ളത്തെ കൊണ്ടിറക്കി സ്കൂളിലൊക്കെ ആകുന്നത്. നമ്മളൊക്കെ കാലത്ത് നീന്തി കയറിയൊക്കെ സ്കൂളിൽ പോകണം. പഠിത്തം പോലും ഇല്ല. 10 വയസ്സുള്ളപ്പോ ഒന്നിക്കൊണ്ട് ചേർത്ത്. 1-ാം ക്ലാസ്സിൽ 10 വയസ്സുള്ളപ്പോ ചേർത്ത്. അയ്യോ, 10 വയസ്സാകുമ്പോഴാണ് 1-ാം ക്ലാസ്സിൽ ചേർത്തത്. അതെന്ത് സ്കൂളാ? വിടാൻ പേടിയാ. വെള്ളപ്പൊക്കമല്ലേ, വെള്ളം മഴയൊക്കെ ആകുമ്പോ വിടാൻ പേടിയാ. ചില്ലറ കഷ്ടപ്പാടില്ലല്ലോ. അവരൊക്കെ 5-6 വയസ്സൊക്കെ ആയപ്പം കൊണ്ട് സ്കൂളിൽ ചേർന്ന. വല്യമ്മ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടല്ലേ? ഇപ്പൊ സ്കൂളിൽ പോകുന്ന നല്ല സൗകര്യമില്ല. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ പോയെന്നറിയാമോ? ഇല്ല, അത് പറയണം. ഇവിടെ ആയിരുന്നു പന്തലിട്ട് വലിയ ഇവിടെ സന്ധ്യയൊക്കെ. എന്നിട്ട് ഇവിടുന്ന് ഈ നടപ്പിങ്ങനെ നടന്ന് റോഡല്ല ചെറിയ കൂടെ അങ്ങ് മേപ്രായം നടന്ന് തിരുവല്ലായി ചെന്ന് വായ്പാട് നടന്നു. വല്യമ്മയെ കല്യാണം ചെയ്ത് അങ്ങനെയാണോ കൊണ്ടുപോയത്? എന്റെ ദൈവമേ, 63-ലെ കാര്യം. 63-ല് 1963.
ഇപ്പൊ വല്യമ്മയ്ക്ക് എത്ര വയസ്സാ? വർഷങ്ങൾ ഇപ്പൊ 68 വർഷത്തോളം. ഇല്ല, ഇപ്പൊ വല്യമ്മയ്ക്ക് എത്ര വയസ്സാ? എനിക്ക് 86 വയസ്സായി. 86. ഓ, വല്യമ്മയെ കല്യാണം ചെയ്ത് അങ്ങനെ കൊണ്ടുപോയല്ലേ? എങ്ങനാ പോയത്? ആ. ഉം. ഇതൊക്കെ എന്തോ സുഖം. ഇപ്പൊ സുഖം ജീവിതം. പൈസയുണ്ട്, ജീവിതത്തിന് നല്ല സുഖം. ഇപ്പം പോകാം വരാം നടക്കാം. ഇപ്പൊ റോഡ് വന്ന്, പൈപ്പ് വെള്ളം വന്ന്, ബസ് വന്ന് അല്ലേ, ഊര് വീടുകളിലേക്ക് വണ്ടി വന്ന്. എല്ലാം നല്ല ഇതായി. അങ്ങനെയാ എന്നോട് വല്യമ്മയോട് കഥ. ജീവിതം അന്നൊരു ദുരിതം. അല്ലാതെ ആ ദുരിതം ആർക്കും അന്ന് മനസ്സിലാകുന്നു. എല്ലാരും ഒരുപോലെ അനുഭവിച്ചോണ്ടിരിക്കുന്ന ഒരാൾ തന്നെ അല്ലല്ലോ. എല്ലാരും ഒരുപോലെ അനുഭവിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് വെള്ളമാണല്ലോ, അല്ലെങ്കിൽ അങ്ങനാണല്ലോ, ഇങ്ങനെ ആരും അനുഭവമില്ല. എല്ലാരും ഒരുപോലെ, എല്ലാരും ഇങ്ങനെ വള്ളത്തെ കയറി ഇറങ്ങി നീന്തി, ഇത്രയും വെള്ളത്തിലൊക്കെ നീന്തി ഈ മുറ്റത്തോടൊക്കെ നടക്കും. അയ്യോ, വെള്ളപ്പൊക്കം വന്നാലോ? പിന്നെ അട്ട ഇല്ലേ വല്യമ്മ? അന്ന് അട്ട വിട്ട് തന്നെ ഈ നല്ല ഒഴുക്കാണ്. ഇതുപോലെ ഒഴുക്കില്ലാതെയല്ല, മൊത്തം ഒഴുക്കാൻ നേരെ ഇങ്ങനെ ഒഴുകിക്കൊള്ളുക. അയ്യോ, അന്നാതെ അട്ട പേടിയില്ല. എന്നാ അങ്ങനെ അട്ട നമ്മളങ്ങനെ കാര്യമാക്കുന്നത്. ഇനിയും കുറെ കഥകളുണ്ടല്ലേ പറയാൻ വേണ്ടി. നമുക്ക് അടുത്ത കഥ പറയാം. ഇപ്പൊ ഇല്ല, നാളേക്ക്. അപ്പുറത്തെ അമ്മയൊക്കെ കല്യാണം ചെയ്ത് ഞങ്ങള് വലിയ ബോട്ടയിലാണ്. ബോട്ടയിലെയോ? ഇവിടുത്തെ അമ്മ ലൈൻ ബോട്ട്. ഇപ്പം ഇങ്ങനെ ഓടുന്നില്ലേ, ലൈൻ ആളുകളെ കൊണ്ടുപോകും. വായ്പാട് പോയി. ഇവിടുത്തെ അമ്മ കല്യാണം പായ്പാടുക്കാണോ ചെയ്തത്? അമ്മയും പായ്പാടല്ലേ?